നിങ്ങളുടെ ഹൈവേ യാത്രകൾ കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു പുതിയ ഉദ്യമവുമായി മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇപ്പോഴിതാ മുന്നോട്ട് വരുന്നു. ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി തന്നെയാണ്. നിങ്ങൾക്ക് റോഡ് മാർഗം വളരെയേറെ യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എങ്ങനെയെന്നല്ലേ അതും പറയാം. 2025 ഓഗസ്റ്റ് 15 മുതൽ ഫാസ്ടാഗ് ഉപയോഗിച്ചുള്ള ഒരു വാർഷിക പാസ് മന്ത്രാലയം പുറത്തിറക്കുന്നു. ഇതിൻ്റെ വില 3000 രൂപയാണ്. ഈ പാസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ അല്ലെങ്കിൽ 200 യാത്രകൾ വരെ, ഏതാണോ ആദ്യം വരുന്നത് അതുവരെ, കാറുകൾ, ജീപ്പുകൾ, വാനുകൾ പോലെയുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിൽ തടസ്സമില്ലാതെ യാത്ര ചെയ്യാം. നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ആദ്യം നമുക്ക് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് കേൾക്കാം. എന്നിട്ട് വിശദ വിവരങ്ങളിലേക്ക് പോകാം. नमस्कार। पिछले अनेक दिनों से लोगों की टोल के बारे में काफ़ी तकरार थी। सरकार ने जो निर्णय किया है वो बहुत बड़े प्रमाण पर जनता को राहत देने वाला है, जिसमें 3000 रुपये में जो पास है साल भर का, उसकी अगर टोल पे किया जाएगा तो उसकी कीमत कम से कम 10,000 से ज़्यादा रुपए का टोल देना पड़ता था, वो केवल 3000 रुपये में होगा। और ये जो वैलिडिटी है, 1 साल में 200 ट्रिप वो क्रॉस कर सकते हैं। इसके साथ साथ एक ट्रिप मीन्स एक टोल को क्रॉस करना। इसका फायदा ये होगा कि 200 ट्रिप्स यानी 200 टोल क्रॉस करना होगा और एक टोल क्रॉसिंग की एवरेज कॉस्ट केवल 15 रुपये पड़ेगी। कुछ जगह पर ये 80 रुपये है, 50 रुपये है, 100 रुपये है, तो ये केवल 15 रुपये हो जाएगी। और मान लीजिए एक टोल पर आप 50 रुपये भी देते हो तो 200 टोल क्रॉस करने पर उसकी कीमत 10,000 होगी। उसके बदले में आपको केवल 3,000 रुपये में ये पास मिलेगा, एनुअल पास, और सालाना 7,000 रुपये की बचत होगी। और अभी जो सिस्टम हम लोग ला रहे हैं उसके बाद टोल नाके पे जैसे रुकना पड़ता था, रुकने की भी ज़रूरत नहीं पड़ेगी और निश्चित रूप से ये जनता को ये स्कीम से राहत मिलेगी। ये स्कीम केवल नेशनल हाईवे के लिए है, क्योंकि वही हमारा अधिकार है। बाकी रोड जो स्टेट के होते हैं उसके ऊपर ये लागू होने का प्रश्न ही नहीं होता। मैं फिर से एक बार आपको ये विश्वास दिलाता हूँ कि इससे काफ़ी बड़ी राहत मिलेगी और 15 अगस्त से ये स्कीम पूरे भारत भर शुरू होगी और जिसमें निश्चित रूप से आपकी जो तकलीफ थी वो कम होगी। मैं फिर से एक बार आप सबका बहुत बहुत अभिनंदन करता हूँ और आपको शुभकामनाएं देता हूँ। धन्यवाद, नमस्कार। ഈ വാർഷിക പാസ് നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്രകൾക്ക് വളരെ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും പുതുക്കുന്നതിനും വേണ്ടിയുള്ള ലിങ്ക് ഉടനെ തന്നെ രാജ്മാർഗ് യാത്രാ ആപ്പിലും NHAI, MORTH എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ലഭ്യമാകുന്നതാണ്. 60 കിലോമീറ്റർ പരിധിയിലുള്ള ടോൾ പ്ലാസകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും താങ്ങാനാവുന്ന ഒരൊറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെൻറ്റുകൾ ലളിതമാക്കുന്നതിനും ഈ നയം സഹായിക്കുന്നു. ടോൾ പ്ലാസകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും നിരക്ക് ലഘൂകരിക്കുകയും തർക്കങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് സ്വകാര്യ വാഹന ഉടമകൾക്ക് വേഗത്തിലും സുഗമമായും യാത്ര ചെയ്യുവാൻ ഈ വാർഷിക പാസ് ലക്ഷ്യം ഇടുന്നു. എങ്ങനെയാണത് യാത്രകൾ കൂടുതൽ ഉള്ളവർക്ക് ഉപകാരപ്രദമാകുന്നത് എന്ന് ചോദിച്ചാൽ പറയാം. കേരളത്തിലെ നാഷണൽ ഹൈവേ 66ൻ്റെ പണി പൂർത്തിയായാൽ, അതായത് തിരുവനന്തപുരം കാരോട് മുതൽ കാസർഗോഡ് തലപ്പാടി വരെ 11 ടോൾ പ്ലാസകൾ ഉണ്ടാകും എന്നാണ് കണക്ക്. ഇത് ചിലപ്പോൾ 1, 2 കൂടിയെന്നോ കുറഞ്ഞെന്നോ വരാം. നാഷണൽ ഹൈവേയുടെ നീളം 645 കിലോമീറ്ററാണ്. കാരോട് മുതൽ തലപ്പാടി വരെ ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്താൽ ഏകദേശം 1650 രൂപ നിങ്ങൾ ടോൾ കൊടുക്കേണ്ടി വരും. അത്രയും തന്നെ തിരിച്ചും കൊടുക്കേണ്ടി വരും. തിരുവല്ലത്തെ ഒറ്റ ടോൾ പ്ലാസയിലെ ചാർജ് 150 രൂപയാണ്. ഈ ടോൾ ഫെയർ തീരുമാനിക്കുന്നത് എത്ര ഫ്ലൈ ഓവർ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. എല്ലാ 60 കിലോമീറ്ററിലും ഒരു ടോൾ പ്ലാസ ഉണ്ടാകും. അതാണ് നിയമം. ഒരു ഫ്ലൈ ഓവറിന് 60 മീറ്ററിന് മുകളിൽ നീളമുണ്ടെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ ആകെ നീളത്തിൻ്റെ 10 മടങ്ങായിരിക്കും ടോൾ. ഉദാഹരണത്തിന് കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ നീളം 2.72 കിലോമീറ്ററാണ്. അപ്പോൾ അതായിരിക്കും ടോൾ ഫെയർ നിശ്ചയിക്കുവാൻ എടുക്കുക. NH66 തന്നെ പണി തീരുമ്പോൾ നമ്മുടെ അരൂർ തുറവൂർ റീച്ച് ആയിരിക്കും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ, 6 ലെയിനുള്ള എലവേറ്റഡ് ഹൈവേ.
12.75 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം എത്രയാകും ടോൾ എന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ടോൾ ഉണ്ടാകുക. ഇനി 200 യാത്രകൾക്കാണ് 3000 രൂപ എന്ന് വെച്ചാൽ ഒരു യാത്രയ്ക്ക് വരുന്ന ചിലവ് 15 രൂപ മാത്രമാണ്. മലയാളി ഒരു തവണ ചെന്നൈക്കോ ബാംഗ്ലൂർക്കോ യാത്ര ചെയ്താൽ ഇപ്പോൾ ചിലവാകുന്ന തുക എത്രയാണ് എന്നും നമുക്കറിയാം. NHന്റെ പണി കൂടി തീരുമ്പോൾ കേരളത്തിലെ ഹൈവേകളിലെ യാത്ര കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതായിരിക്കും ലാഭകരം. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിക്ക് യാത്ര ചെയ്താൽ 4 അല്ലെങ്കിൽ 5 ടോൾ പ്ലാസകൾ കടക്കാൻ 75 രൂപയാകും ഒരു വശത്തേക്ക്. തിരിച്ചു പോകുമ്പോൾ അത് 150 രൂപയാകും. ഇനി നോർമൽ രീതിയിലാണെങ്കിൽ ഈ 5 ടോൾ പ്ലാസ കടക്കാൻ ആവറേജ് 500 രൂപ എന്ന് കണക്കാക്കിയാലും ലാഭം ഏതായിരിക്കും? ഇവിടെ അരൂർ തുറവൂർ ഫ്ലൈ ഓവർ ടോൾ ഫെയർ എത്രയാണ് എന്ന് നമുക്കറിയില്ല എന്നുകൂടി ഓർക്കണം. ഇനി ഈ ഒരു ടോൾ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ഈ ടോൾ നേരത്തെ ബഹുമാന്യ ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞതനുസരിച്ച് നാഷണൽ ഹൈവേകളിൽ മാത്രമേ ബാധകമാകുകയുള്ളൂ. സ്റ്റേറ്റ് ഹൈവേകളിൽ ഉണ്ടാകില്ല. 3000 രൂപയോ 200 യാത്രയോ ഏതാണ് ആദ്യം വരുന്നത് അതുവരെ മാത്രമേ ഈ ഒരു ആനുവൽ പാസ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നാഷണൽ ഹൈവേകളിലും നാഷണൽ എക്സ്പ്രസ് വേകളിലും ആനുവൽ പാസ് 2025 ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ ആനുവൽ പാസ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും? ഈ പാസ് രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷനിലും NHAIയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് കിട്ടും. മോർത്തിൻ്റെ വെബ്സൈറ്റിലും കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അത് കാത്തിരുന്ന് വേണം കാണാൻ. എങ്ങനെയാണ് ആനുവൽ പാസ് ആക്ടിവേറ്റ് ആകുന്നത്? നിങ്ങളുടെ വാഹനം ഈ ആനുവൽ പാസിന് യോഗ്യമാണോ എന്നും അതിൻ്റെ ഫാസ്ടാഗും ആദ്യം വെരിഫൈ ചെയ്യും. സക്സസ്ഫുൾ വെരിഫിക്കേഷന് ശേഷം യൂസർ 3000 രൂപ 2025-26 വർഷത്തേക്ക് NHAI വെബ്സൈറ്റിലൂടെയോ രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ അടയ്ക്കണം. അങ്ങനെ അടച്ച് പേയ്മെൻറ്റ് കൺഫേം ചെയ്താൽ ആനുവൽ പാസ് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫാസ്റ്റ് ടാഗിൽ തന്നെ ആക്ടിവേറ്റ് ആകും. ഈ ആനുവൽ പാസ് മാൻഡേറ്ററി ആണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആനുവൽ പാസ് ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ യാത്രകളിൽ റെഗുലർ ടോൾ പ്ലാസ ട്രാൻസാക്ഷന് നിങ്ങളുടെ വാഹനത്തിലെ ഫാസ്ടാഗ് തന്നെ ഉപയോഗിക്കാനാകുന്നതാണ്. പക്ഷേ അവിടെ ടോൾ പ്ലാസകളിലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിരക്കുകളായിരിക്കും നിങ്ങൾക്ക് ബാധകമാകുക. ഇനി നിങ്ങളുടെ 200 ട്രിപ്പ് ഒരു വർഷം എത്തുന്നതിന് മുൻപ് തീർന്നു പോയാൽ എന്ത് ചെയ്യും? തീർച്ചയായും നിങ്ങൾക്ക് ആനുവൽ പാസ് റീപർച്ചേസ് ചെയ്യാനാകുന്നതാണ്. ഇങ്ങനെ ആനുവൽ പാസ് എടുക്കുന്നതിന് നിങ്ങളൊരു പുതിയ ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള ഫാസ്ടാഗിൽ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യാനാകും. നിങ്ങളുടെ ഫാസ്ടാഗ് എലിജിബിലിറ്റി അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതാകണം. അത് വാഹനത്തിൽ യഥാവിധി ഫിക്സ് ചെയ്തിട്ടുണ്ടാകണം. അത് ബ്ലാക്ക് ലിസ്റ്റഡ് ആയിരിക്കരുത്. എവിടെയൊക്കെ ഉപയോഗിക്കാം? നാഷണൽ ഹൈവേകളിലും നാഷണൽ എക്സ്പ്രസ് വേകളിലും മാത്രം ഉപയോഗിക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പരിധിയിൽ വരുന്ന എക്സ്പ്രസ് വേകളിലും സ്റ്റേറ്റ് ഹൈവേകളിലും ഇത് ബാധകമല്ല. അവിടെ നോർമൽ യൂസർ ഫീ എത്രയാണോ അത് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ആനുവൽ പാസ് പ്രൈവറ്റ് കാറുകൾ, ജീപ്പുകൾ, വാനുകൾ പോലെയുള്ള നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാനാകുക. കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ പാസ് ഡീആക്ടിവേറ്റ് ആകും. ഷാസി നമ്പർ മാത്രം വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്ക് പാസ് കിട്ടുമോ? ഇല്ല. നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്ത് ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് വേണം വാഹനം അപ്ഡേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുക. ആനുവൽ പാസിൽ ഏതായിരിക്കും സിംഗിൾ ട്രിപ്പ് ആയിട്ട് കണക്കാക്കുക? ഒരു വശത്തേക്കുള്ള യാത്രയാണ് ഒരു ട്രിപ്പായിട്ട് കണക്കാക്കുക. 2 വശത്തേക്കുള്ളതും 2 ട്രിപ്പായിട്ടായിരിക്കും കണക്കാക്കുക. ഇതിനെ സംബന്ധിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് SMS ആയി ലഭിക്കുമോ? നിങ്ങൾ ആനുവൽ പാസ് എടുക്കുമ്പോൾ കൊടുക്കുന്ന കൺസെൻറ്റ് പ്രകാരം പാസ് ഇഷ്യൂ ചെയ്ത ബാങ്കിന് പാസ് സംബന്ധിക്കുന്ന SMS അലേർട്ടും മറ്റു കമ്മ്യൂണിക്കേഷനുകളും നിങ്ങൾക്ക് നൽകുവാൻ ആകും. നിങ്ങളുടെ ആനുവൽ പാസ് 200 ട്രിപ്പോടെ അവസാനിച്ചാൽ നിങ്ങൾ പാസ് റീപർച്ചേസ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് നോർമൽ ഫാസ്ടാഗ് ആയി മാറും. റീആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ വീണ്ടും ആനുവൽ പാസ് ഉപയോഗിക്കുവാനാകൂ. നിങ്ങളുടെ പാസ് മറ്റൊരു വാഹനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകുമോ? പറ്റുകയില്ല. ഫാസ്ടാഗ് രജിസ്റ്റർ ചെയ്ത അഫിക്സ് ചെയ്തിട്ടുള്ള വാഹനത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാനാകുകയുള്ളൂ. വേറൊരു വാഹനത്തിൽ ഉപയോഗിച്ചാൽ പാസ് ഡീആക്ടിവേറ്റ് ആകും. ആനുവൽ പാസ് വിൻഷീൽഡിൽ ശരിയാവണ്ണം പതിച്ചിട്ടുള്ള ഫാസ്ടാഗിൽ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കൂ. ഇതൊക്കെയാണ് ഈ പുതിയ ആനുവൽ പാസിൻ്റെ വിവരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.